വികസനത്തിനായി പ്രകൃതിയെ ചൂഷണം ചെയ്താൽ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് ഇതിനോടകം കേരളം കണ്ടതാണ്. പ്രളയമായും ഉരുൾപൊട്ടലായും മണ്ണിടിച്ചിലായും ഉദാഹരണങ്ങൾ പലതുണ്ട്. എന്നാൽ അതൊന്നും ഭൂമാഫിയകൾക്ക് ഒരു വിഷയമേ അല്ല. അത്തരക്കാരെ പൂട്ടാൻ അധികാരികൾക്കും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോഴിക്കോട് സരോവരത്തെ പ്രദേശവാസികൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. സരോവരത്തെ കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിക്കാനും കോട്ടുള്ളി തണ്ണീർത്തടം നികത്താനും എത്തിയ ഭൂമാഫിയയെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് പ്രദേശവാസികൾ. വികസനം വരുന്നതിന് ആരും എതിരല്ല. എന്നാൽ അത് പ്രകൃതിയെ ചൂഷണം ചെയ്തു വേണോ എന്നാണ് ചോദ്യം. കോഴിക്കോട് എരഞ്ഞിപ്പാലം സരോവരത്ത് വഴുത്തുരുത്തിയിലാണ് ഭൂമാഫിയയുടെ വിളയാട്ടം. അനധികൃതമായി കയ്യേറിയ ഭൂമിയിൽ കണ്ടൽക്കാടുകൾ വെട്ടിയും തണ്ണീർത്തടം നികത്തിയും ഭൂമാഫിയ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട തണ്ണീർത്തടമെന്ന് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ പറയുന്ന കോട്ടുള്ളി തണ്ണീർത്തടത്തിലാണ് ഈ അനീതി നടക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി സരോവരം ബയോ പാർക്ക് പ്രകൃതി സംരക്ഷണ സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. 21-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇവിടെ ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിൽ വാഴത്തുരുത്തി പ്രദേശത്ത് ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 10-15ഓളം ഗുണ്ടകൾ വന്നിട്ട് രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഇപ്പോൾ JCB കിടക്കുന്ന പ്രദേശത്തേക്ക് JCB ഓടിച്ച് കയറ്റുകയും ആ ഏരിയയിലുള്ള കണ്ടൽ വനങ്ങളും തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ തടുത്തത്. ആ JCB അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറും റവന്യൂ അധികൃതരും ഒക്കെ വന്ന് നോക്കിയിട്ടും ഒരു പല കാരണങ്ങൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ് JCB താഴ്ന്നിരിക്കാമെന്ന് അത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ JCB എടുക്കുന്ന വ്യാജേന ഈ കുഴിയിൽ നിന്ന് എടുക്കുന്ന വ്യാജേന ആ ഏരിയയിലുള്ള മരങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് JCB പുറത്തെടുത്ത് വെച്ചു. വില്ലേജ് ഓഫീസർ ഇവിടെ വന്നപ്പോൾ വില്ലേജ് ഓഫീസറെ വരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞേക്കാണ് ഉണ്ടായത്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങിയ പ്രദേശവാസികളെ കേസിൽ കുടുക്കി ഒതുക്കാനാണ് ഭൂമാഫിയയുടെ ശ്രമം. ഞങ്ങളുടെ പേരിൽ അതിനെക്കൊണ്ട് ഇടപെട്ട കുറച്ച് ഞങ്ങൾ മുൻപന്തിയിൽ നിന്ന് ഞങ്ങൾ 1-2 ആൾക്കാരുണ്ട്. അവരുടെ പേരിൽ 3 കേസാണ് എടുത്തത്. അവരെ ആക്രമിക്കാൻ ചെന്നു. അതുപോലെ അവരെ പേരിൽ എന്തൊക്കെയാണ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ വെച്ചാൽ അതൊക്കെ ഞങ്ങൾ ആരോപിച്ചിട്ട് കോർട്ട് എൻഡോഴ്സ്മെൻറ്റിൽ കേസ് എടുത്തിക്കുക. അതിനുശേഷം ആ കേസ് അവർ കൊണ്ടുപോയിട്ട് നേരെ ഇവിടെ ഗുണ്ടാക്ട് ചേർത്താൻ വേണ്ടി, അതായത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇടപെട്ട ഞങ്ങളുടെ പേരിൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടപെട്ട ഞങ്ങളുടെ പേരിൽ 3 കേസ് എടുക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ഇങ്ങനെ ഗുണ്ടാക്ട് കൊണ്ടുവന്ന് ഗുണ്ടാക്ട് ചേർത്തി. തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയാൽ പ്രകൃതി അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നിയമത്തെയും നാട്ടുകാരെയും വെല്ലുവിളിച്ച് കണ്ടൽക്കാടുകൾ വെട്ടി തണ്ണീർത്തടം നികത്താനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ എന്ത് വില കൊടുത്തും അതിനെ തടയുമെന്ന തീരുമാനത്തിലാണ് സമരസമിതി. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.